ഹലോ നവരാത്രിക്ക് പോകട്ടെ. അപ്പോൾ ഇന്ന് നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസം ഉണ്ടാണ്. അപ്പോൾ അത് കുറച്ച് മുന്നേ എടുത്ത ശീലയാണ് കേട്ടോ. ഇത് ഞങ്ങൾ പോയപ്പോൾ തന്നെ ശീവേലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആനയുടെ പേര് മണിശ്ശേരി രാജേന്ദ്രൻ അങ്ങനെ എന്തിട്ടാണ്. ഇത് മൂന്നാമത്തെ കൊല്ലമായിട്ട് ഈ ആന തന്നെ വരുന്നത്. മൂന്നാമത്തെ പ്രാവശ്യമാണ്. അല്ലെങ്കിൽ വേറെ വേറെ ആനകളെ വരാറ്. പക്ഷേ ഈ ആന മൂന്നാമത്തെ പ്രാവശ്യമാണ്. ശീവേലി കഴിഞ്ഞപ്പോൾ നമ്മൾ അമ്പലം ചുറ്റുന്നൊരു സംഭവമുണ്ട്. കൊട്ടൊന്നും ഇല്ലാണ്ട് ഒരു ഒറ്റക്കൊട്ട് വെച്ചിട്ട് ഇങ്ങനെ ആനേനെ ചുറ്റി കൊണ്ടുവരുന്ന വലം വെച്ച് കൊണ്ടുവരുന്ന ഒരു പരിപാടി. അത് കഴിഞ്ഞ് നമ്മുടെ ആനയുടെ മേത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഊരും. നമ്മൾ ആനയുടെ മേത്തിൽ നിന്ന് അത് ഊരാൻ വേണ്ടി ആ ചേട്ടൻ കയറുകയാണ്. അതൊക്കെ മുകളിലത്തെ സാധനം അവർ മാറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴുത്തിലൊക്കെ കെട്ടില്ല അതൊക്കെ അവർ ഊരിക്കൊടുക്കും. അങ്ങനെ നമ്മുടെ ആന പോവുകയാണ്. പോവാൻ നേരത്തെ ആനയ്ക്ക് വെള്ളം കൊടുക്കും. ഇത്ര നേരം നിന്നിട്ട് അപ്പോൾ വെള്ളം കുടിക്കാൻ പോവുകയാണ്. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ദാഹമാണ്. അതിൻ്റെ തോനെ വെള്ളം കുടിച്ചു. അതിന് രണ്ടാമത്തെ ദിവസം വെള്ളം കൊടുത്ത മുമ്പിലാണ് ഒരു പ്രാവശ്യം കുടിച്ചോളൂ. പിന്നെ കുടിച്ചിട്ട് തുപ്പി കളിക്കുക. അങ്ങനെ അത് ചീറ്റി കളിക്കുക. ഇന്ന് നല്ല വെള്ളം കുടിച്ചിട്ടാണ്. എന്നിട്ട് പോവുകയാണ്. അപ്പോൾ പോവാൻ നേരത്ത് പിന്നെ ദീപാരാധന നേരമായി. ദീപാരാധന പണ്ട് ഞങ്ങൾ എന്നും കയറും. പക്ഷേ ഇവനെ വെച്ചിട്ട് ഇപ്പോൾ കയറാൻ പറ്റില്ല. കാരണം ഒരു ഭാഗത്ത് അടങ്ങിക്കില്ല. അതിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ പിന്നെ ഒച്ചയും ബഹളാവും. അത് കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഡാൻസ് തുടങ്ങും. അങ്ങനെ കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 2, 3, 4, 5 ഡാൻസാണ് ഇരുന്ന് കണ്ടും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ലാലുവിനെ പീപ്പി മേടിക്കാമെന്ന് പറഞ്ഞിട്ട് മാമ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങളും പിന്നാലെ പോയി. ഇവിടെയൊക്കെ നല്ല ഫ്രണ്ടിൽ നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ ബാക്കിൽ കൂടെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ബാക്കിലാണ് വീട്. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ കൂടെ വന്ന് കയറുക ചെയ്യുക. ഫ്രണ്ടിലേക്ക് അങ്ങനെ അധികം കാരണം ഇവനിട്ട് ഫ്രണ്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഫ്രണ്ടിൽ ഫുള്ളും കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ അങ്ങനെ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോൾ ഫുള്ളും ലൈറ്റ് പിന്നെ ആ തോരണക്കൂട്ട് നല്ല ഭംഗിയുണ്ടാകും കാണാം. ഫ്രണ്ടിലൊരു മുല്ലപ്പൂ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പൊരി സാധനങ്ങൾ അങ്ങനത്തെ പിന്നെ നമ്മുടെ കമ്മലുകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കമ്മൽ നോക്കാൻ പോയി. എൻ്റെ ലച്ചുവിൻ്റെ ഒരു കമ്മലുണ്ടായിരുന്നു മാമൻ്റെ മോളുടെ. പക്ഷെ അതുപോലത്തെ കമ്മലൊന്നും എനിക്ക് കിട്ടിയില്ല. തിരിച്ച് ഞങ്ങൾ ഓനെ പീപ്പിയും വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.